ഐ ലീഗിൽ ചർച്ചിലിനെ ചാമ്പ്യന്മാരാക്കി പ്രഖ്യാപിച്ച അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് തിരിച്ചടി. തീരുമാനം സ്റ്റേ ചെയ്ത് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി ഉടൻ മെഡൽ ദാന ചടങ്ങ് നടത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് ചേരുന്നു. ഖിലാഫ്, ഇന്ത്യൻ ഫുട്ബോളിനാകെ നാണക്കേടാവുകയാണ് ഐ ലീഗിലെ ഈ കിരീട പ്രഖ്യാപനമല്ലേ? തീർച്ചയായും അഞ്ജലി, ഈ ലോകത്തിലെ വിവിധ ഫുട്ബോൾ ലീഗുകളിൽ ചാമ്പ്യന്മാരെ പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ ഇന്ത്യയിൽ ഐ ലീഗ് പൂർത്തിയായിട്ടും ചാമ്പ്യന്മാരെ പ്രഖ്യാപിക്കാതെ കോടതി കയറി ഇറങ്ങേണ്ടി വരുന്നത്. കാരണം രണ്ടാം സ്ഥാനത്ത് ഐ ലീഗിൽ ഈ ഒരു മത്സരം പൂർത്തിയാകുമ്പോൾ ആദ്യം എത്തിയത് 40 പോയിന്റുമായി ഗോവൻ ക്ലബ്ബ് ചർച്ചിൽ ബ്രദേഴ്സ് ആയിരുന്നു. എന്നാൽ ഇതിനെ ചാമ്പ്യന്മാർ പ്രഖ്യാപിക്കാൻ വേണ്ടി IAAF-നെ സമീപിച്ചിരുന്നെങ്കിലും ഈ ഇന്റർകാഷിയുടെ രണ്ടാം സ്ഥാനത്തുള്ള ഇന്റർകാഷിയുടെ പരാതിയിലാണ് AAF അന്വേഷണ സമിതിയെ വെച്ചത്. കാരണം ഇന്റർകാഷിയും നാംദാരി FC-യുമായുള്ള മത്സരത്തിൽ നാംദാരി FC-യിൽ ഒരു അയോഗ്യനായ താരം കളിക്കളത്തിലേക്ക് ഇറങ്ങിയെന്നും ഇതിൽ ഇന്റർകാഷിക്ക് 3 പോയിന്റ് നൽകണമെന്നുമായിരുന്നു ഇന്റർകാഷിയുടെ ആവശ്യം. എന്നാൽ ഈ ഒരു വാദത്തെ AAF തള്ളി ചർച്ചിൽ ബ്രദേഴ്സിനെ ചാമ്പ്യന്മാരാക്കി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു അന്താരാഷ്ട്ര തർക്ക പരിഹാര കോടതിയിൽ ഇന്റർകാഷി കേസ് ഫയൽ ചെയ്യുകയും ഇപ്പോൾ അതിൽ വന്നിരിക്കുന്ന വിധി എന്ന് പറയുന്നത് ഈ AAF ചാമ്പ്യന്മാരാക്കി പ്രഖ്യാപിച്ച ചർച്ചിൽ ബ്രദേഴ്സിനെ ഇപ്പോൾ ഈ ഒരു തീരുമാനത്തെ സ്റ്റേ ചെയ്യുകയും 2 ദിവസത്തെ സാവകാശം നാംദാരി FC-ക്കും ചർച്ചിൽ ബ്രദേഴ്സിനും അതേപോലെ AAF-നെയും നൽകിയിരിക്കുകയായിരുന്നു ഇപ്പോൾ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി. ഇതിൽ ഏറ്റവും വിമർശനാത്മകം എന്ന് പറയേണ്ടത് ഈ ഒരു മത്സരത്തിൽ നാംദാരിയും ഇന്റർകാഷിയും മത്സരത്തിൽ ഒരു അയോഗ്യനായ താരം കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് AAF-ന് തടയാനായില്ല എന്നത് വലിയൊരു വിമർശനത്തിനാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇനി ഒരു ഐ ലീഗ് ഫുട്ബോൾ ചാമ്പ്യന്മാരെ അറിയാൻ വേണ്ടിയിട്ട് ഇനിയും നമ്മൾ കാത്തിരിക്കണം എന്നാണ് ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ നമ്മൾക്ക് ഫുട്ബോൾ ആരാധകർക്കിടയിൽ ഒരു കാത്തിരിക്കേണ്ട സമയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അഞ്ജലി, ശരി ഖിലാഫ്, വ്യക്തമാണ്. ഐ ലീഗിൽ ചർച്ചിലിനെ ചാമ്പ്യന്മാരാക്കി പ്രഖ്യാപിച്ച അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് തിരിച്ചടിയാണ്. വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദാണ്.